മാവോയിസ്റ്റ് ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച ജവാന്റെ വീട്ടിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ വസതിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാൻ മുഖ്യമന്ത്രി ഇപ്പോൾ വിഷ്ണുവിന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. റിനു ശ്രീധർ നമുക്കൊപ്പമുണ്ട്. റിനു, മുഖ്യമന്ത്രിക്കൊപ്പം ആരൊക്കെയുണ്ട്? കുടുംബത്തെ കാണുന്നതിനായി, അനുശോചനം അറിയിക്കുന്നതിനായി എപ്പോഴാണ് മുഖ്യമന്ത്രി തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് എത്തിയത്? അല്പസമയം മുമ്പാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിഷ്ണുവിന്റെ ചെറ്റച്ചൽ ഫാം ജംഗ്ഷനിലുള്ള വസതിയിലേക്ക് എത്തിയത്. നിയമസഭ ഉൾപ്പെടെയുള്ള സാഹചര്യം കണക്കിലെടുത്തെത്താൻ വൈകി എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി അദ്ദേഹം കുടുംബത്തോട് പങ്കുവച്ചിട്ടുണ്ട്. വിഷ്ണുവിന്റെ കുടുംബത്തിൽ പങ്കുചേരുന്നതായും അറിയിച്ചിട്ടുണ്ട്. ഏകദേശം 10 മിനിറ്റോളം വിഷ്ണുവിന്റെ വസതിയിൽ ചിലവഴിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ മടങ്ങിയത്. അല്പസമയത്തിനകം തന്നെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും വിഷ്ണുവിന്റെ വസതിയിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ്. ഇന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ, ഗവർണർ, അതുപോലെ തന്നെ മന്ത്രി ജി.ആർ. അനിൽ ഉൾപ്പെടെയുള്ളവർ വിഷ്ണുവിന് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിയിരുന്നു. ഇന്നലെ മന്ത്രി ചിഞ്ചുറാണി, വി ശിവൻകുട്ടി, അതുപോലെ തന്നെ MLA-മാർ അടക്കമുള്ളവർ വിഷ്ണുവിന്റെ ചെറ്റച്ചലിലെ ഫാം ജംഗ്ഷനിലുള്ള വസതിയിൽ എത്തി. ഏകദേശം ഇന്ന് 1 മണിയോടുകൂടിയാണ് കരിമൺകോട് ശാന്തി കുടീരം എന്ന പൊതുശ്മശാനത്തിൽ വിഷ്ണുവിന് അന്ത്യയാത്ര നൽകിയത്. ഔദ്യോഗിക ബഹുമതികളോടുകൂടി തന്നെയാണ് നാട് ഒരുമിച്ച് നിന്നാണ് വിഷ്ണുവിനെ യാത്രയക്കിയത്. നമുക്കറിയാം, ഞായറാഴ്ചയാണ് വിഷ്ണു വൈകുന്നേരം 3 മണിയോടുകൂടി ഛത്തീസ്ഗഡിൽ വെച്ചുണ്ടായ കുഴിബോംബ് സ്ഫോടനത്തിൽ മരണപ്പെട്ടത്. അന്ന് വൈകുന്നേരം മുതൽക്ക് തന്നെ വിഷ്ണുവിനെ അവസാനമായൊന്ന് കാണുവാൻ വേണ്ടി വിഷ്ണുവിന്റെ കുടുംബത്തിലും അതുപോലെ തന്നെ നാട്ടിലും അടക്കം നിരവധി പേർ കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് തിരുവനന്തപുരത്തെ പ്രത്യേക വിമാനത്താവളത്തിൽ വിഷ്ണുവിന്റെ മൃതദേഹം എത്തിച്ചത്. തുടർന്ന് അവിടെ നിന്ന് വിലാപയാത്രയായി വിഷ്ണുവിന്റെ 1.5 മാസം മുമ്പ് പണി പൂർത്തിയാക്കി താമസം ആരംഭിച്ച വീട്ടിലും ഒപ്പം ചെറ്റച്ചൽ ഫാം ജംഗ്ഷനിലുള്ള കുടുംബ വീട്ടിലും എത്തിച്ച് പൊതുദർശനത്തിൽ നടത്തി. ഒപ്പം അദ്ദേഹം പ്രാഥമിക വിദ്യാഭ്യാസം നടത്തിയ SKV ഹയർ സെക്കൻഡറി സ്കൂളിലും പൊതുദർശനത്തിന് വെച്ചു. ആയിരങ്ങളാണ് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ച് അവസാന യാത്ര നൽകാൻ വിവരങ്ങൾ നൽകിയത്. സ്വപ്ന ഭവനമായ പനോരമയിലേക്ക് അന്ത്യയാത്രയ്ക്കായാണ് ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് ആക്രമണത്തിൽ മരിച്ച വിഷ്ണു എത്തിയത്. അതേ വീട്ടിലേക്ക് കുടുംബത്തെ ആശ്വസിപ്പിക്കുന്നതിനായി മുഖ്യമന്ത്രിയും സംഘവും എത്തിയതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്.